ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് ബി വടക്കൻ. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് കഴിഞ്ഞ വർഷം ഓണം എക്സാമിന് തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. സോ അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സാറ് ആൻസർ ചെയ്ത് നിങ്ങൾക്ക് അത് അറിയിച്ചു തരുന്നതായിരിക്കും കേട്ടോ. സോ അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് വെറി. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷോർട്സ് ആയിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ മക്കളെ, നമുക്ക് നോക്കാം. SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ വർഷം വന്ന ഓണം എക്സാമിന് തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. ആ സമാന്തര ശ്രേണിയിൽ പദമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. സാധാരണയായിട്ട് ചോദിക്കല് പദം ഏത് എന്നാണ് ചോദിക്കാറ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ്, പദമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നും ചെയ്യണ്ട മക്കളെ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാടാ? ഒന്നിനോട് നമ്മൾ 6 കൂട്ടിയത്. സോ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 6. സോ ഈ കോമൺ ഡിഫറൻസ് കൊണ്ട്, അല്ലെങ്കിൽ ഈ പൊതുവ്യത്യാസം കൊണ്ട് നമ്മൾ ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദം, ഇപ്പൊ 7 എടുക്കാട്ടോ, ആ 7 സാറ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. 7ൽ എത്ര 6 ഉണ്ട് മക്കളെ? എന്റെ മക്കൾ പറഞ്ഞത് 7ൽ ഒരു 6 അല്ലേ ഉള്ളത്? 6. ബാക്കി റിമൈൻഡർ എന്ന് പറയുന്നത് ആരാ? 1 ആണ്. അതായത് അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതൊരു ടേമിന് എടുത്തു കഴിഞ്ഞാലും, ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര പോയിട്ട് അവിടെ നിന്ന് ഒരു ടേം എടുത്തു കഴിഞ്ഞാലും അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ എന്ത് കിട്ടണം? 1 കിട്ടണം. അപ്പൊ ഇതിലുള്ള ടേം ആണെങ്കിൽ എന്ത് കിട്ടും? റിമൈൻഡർ 1 കിട്ടും. അപ്പൊ നമ്മൾ എന്താക്കാണ്? ചെക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ 61 എടുക്കുകയാണ്. 61നെ നമ്മുടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6ൽ 6 1 ടൈംസ് 6, ബാക്കി 0. ഈ 1നെ താഴെ ഇറക്കിയതുമ്പോൾ 1ൽ 6 പോവില്ല. 0 ടൈംസ് 0, that is the remainder is 1. റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. റിമൈൻഡർ 1 കിട്ടാൻ പാടുണ്ടോ? റിമൈൻഡർ 1 കിട്ടാൻ പാടില്ല. കാരണം എന്താ? നമ്മളോട് ടേം ആയത് ഏതെന്നല്ല ചോദിച്ചത്, നോട്ട് എ ടേം, പദമല്ലാത്തത്, പദമാകാത്തത് ഏതെന്നാ ചോദിച്ചത്. സോ ഓപ്ഷൻ എ അല്ല. അടുത്ത് ഓപ്ഷൻ ബി 81. 81നെ സാറ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 8ൽ 6 1 ടൈംസ്, ഓക്കെ അല്ലേ? 6, ബാക്കി റിമൈൻഡർ എന്ത് കിട്ടും? 2 കിട്ടും. ഇനി 1നെ താഴെ ഇറക്കിയത് 21. 21ൽ 6 എത്ര പ്രാവശ്യം? 3 ടൈംസ് ആണ്. 18, ബാക്കി റിമൈൻഡർ 3. ആഹാ, റിമൈൻഡർ 3 ആണല്ലോ കിട്ടിയത്. റിമൈൻഡർ 3 ആണോ കിട്ടേണ്ടത്? റിമൈൻഡർ എത്രയാ കിട്ടേണ്ടത്? എന്റെ മക്കൾ പറഞ്ഞേ, റിമൈൻഡർ 3 കിട്ടിയാൽ പറ്റുമോ? 3 കിട്ടിയാൽ പറ്റില്ല. കാരണം എന്താ? റിമൈൻഡർ 1 കിട്ടണം. എന്ത് കിട്ടണം? 1 കിട്ടണം. റിമൈൻഡർ 1 കിട്ടിയാൽ മാത്രമേ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എന്താവുള്ളൂ? ടേം ആവുകയുള്ളൂ. സോ ഇപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാടാ? ഓപ്ഷൻ ബി 81 എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിലായിട്ട് ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഈ ഒരു SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് അല്ലാത്തത് ഏതെന്നാണ്. കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഈ ശ്രേണിയിലെ പദം ഏത് എന്നാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ മെയിൻ എക്സാമിന് ചോദിച്ചത് ഒരു ടേം തന്നിട്ട് 4 സീക്വൻസ് കൊടുത്തിട്ട് ഇതിൽ ഏതിലത്തതാണ് ഈ ടേം എന്നാണ് ചോദിച്ചത്. സോ ഈ രീതിയിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇതൊരു കൺഫേം ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ഓണം എക്സാമിന്. അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യം അല്ലെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യം. എന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഫിഫ്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്, x1, x2, x3, x4, x5, x6, x7, x8, കുഴപ്പമില്ലല്ലോ. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫിഫ്ത് ടേം എന്ന് പറഞ്ഞാൽ 8 ആണ്. ഫിഫ്ത് ടേം 8 ആണ്. ഓക്കെ അല്ലേ? ദെൻ ദ തേർഡ് ടേം ആൻഡ് സെവൻത് ടേം, ദ സം ഓഫ് തേർഡ് ടേം. അതായത് ഇവിടെ ശ്രദ്ധിക്കണേ, ഒരു സമാന്തരശ്രേണിയുടെ 5ാം പദം 8 ആണെന്നും 3ാം പദത്തിന്റെയും 7ാം പദത്തിന്റെയും തുക 16 ആണ്. അതായത് 3ാമത്തെ പദവും അതുപോലെ തന്നെ 7ാമത്തെ പദത്തിന്റെയും തുക 16 ആണെന്നാണ് പറഞ്ഞത്. എടാ, തുക എങ്ങനെയാ 16 ആണോ? എങ്ങനെയാണ് അത് ഈ പറയുന്ന 16 ആണോ എന്ന് നോക്കുക. എങ്ങനെ 16 കിട്ടിയത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക? ഇവിടെ നോക്കിയേ, ഈ പറയുന്ന 5 എന്ന് പറയുന്ന പൊസിഷനും 2 പ്രാവശ്യം ഇങ്ങോട്ട് നീങ്ങി, അതുപോലെ തന്നെ 2 പ്രാവശ്യം ഇങ്ങോട്ടും നീങ്ങി. ഈക്വൽ ഡിസ്റ്റൻസിൽ ഈക്വൽ ഡിസ്റ്റൻസിലേക്ക് 2 സൈഡിലേക്കും നമ്മൾ ഈക്വൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈ നടുവിലുള്ള ആളുടെ ഡബിൾ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ അത് നമ്മൾ പഠിച്ചതാണ് മിഡിൽ ടേമിന്റെ ഡബിൾ ആയിരിക്കും ഓരോ കപ്പിൾ എന്നുള്ളതും. സോ നമുക്ക് ബേസിക്കലി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ, ദ സം ഓഫ് 2 numbers got by adding and subtracting same number from a number is twice of this number. അതായത്
നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 2 പ്രാവശ്യം കുറച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടും 2 പ്രാവശ്യം കുറച്ചു അല്ലെ. നമ്മൾ ഡി ആണ് കുറച്ചത്. ഡിയും ഡി എന്ന് പറയുമ്പോൾ 2D കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇവിടേക്ക് പോകുമ്പോൾ 2D കൂട്ടിയതാണ്. ഇത് രണ്ടിനെയും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ, ഈ 2 ടേമിനെയും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെയുള്ള സെന്ററിലുള്ള ആളുടെ ട്വൈസ് ആണ് എന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മാത്രമല്ല, ഒന്നാമത്തെ കാരണം കൂടിയാണ് എന്തെന്ന് പറയുന്നത്, രണ്ടാമത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ എന്നുള്ള കോൺസെപ്റ്റ് ആണ് വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മലയാളം മീഡിയത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒരു സംഖ്യയോട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന കിട്ടുന്ന സംഖ്യകളുടെ തുക. ഈ പറയുന്ന 8 എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 2 പ്രാവശ്യം നമ്മൾ കുറച്ചു. ഇപ്പൊ 2 തന്നെ കുറച്ചുകൂടി നിങ്ങൾ ഇതാ, 8 1 കുറച്ചാൽ 7, 7 1 കുറച്ചാൽ 6. അതുപോലെ കൂട്ടിയേ, 8നോട് 1 കൂട്ടിയാൽ 9, 9നോട് 1 കൂട്ടിയാൽ 10. ഈ പറയുന്ന 6ഉം 10ഉം കൂട്ടിയാൽ എത്രയാടാ? 16 അല്ലേ? അതെന്ന് പറഞ്ഞാൽ 8ന്റെ ഡബിൾ അല്ലേ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാന്ന് മാത്രമല്ല, ഒന്നാമത്തേന്റെ എന്തുകൂടിയാണ്? കാരണം കൂടിയാണ്. സോ നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ സി എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഒരു അൽജിബ്രിക് ഫോം തന്നിട്ടുണ്ട്, മൂന്നാമത്തെ പാഠത്തിലാണ്. അൽജിബ്രിക് ഫോമിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് കിട്ടും. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം നിന്ന് കഴിഞ്ഞാൽ എന്നിന്റെ കൂടെയുള്ള ആള് -5 ആണ്. സോ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ -5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 100ാമത്തെ ടേമിൽ നിന്നും 101ാമത്തെ ടേം കിട്ടണം. നമുക്ക് 101ാമത്തെ ടേം കണ്ടുപിടിക്കണം. 100ാമത്തെ ടേമിനോട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബേസിക്കലി 100ാമത്തെ ടേമിനോട് ഒരു ഡി കൂട്ടിയാൽ മതി, ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. അങ്ങനെയാണ് എന്റെ മക്കൾ പറഞ്ഞത്. 101ാമത്തെ ടേം ഈസ് ഈക്വൽ ടു 100ാമത്തെ ടേം പ്ലസ് ഡി. ആരാ? ഡി എന്ന് പറഞ്ഞാൽ -5 ആ. ഈ പ്ലസ് മൈനസോട് വരുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 100ാമത്തെ ടേമിനോട് -5 ചെയ്താൽ മതി. അതായത് സബ്സ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്, 5 കുറയ്ക്കുകയാണ് വേണ്ടത്. സോ നമുക്ക് അവിടുത്തെ ആൻസർ കിട്ടി, അടിപൊളിയായിട്ട്. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാം കൃതി സമവാക്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ ബേസിക്കലി ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഇത് ഹൊറിസോണ്ടൽ ലൈനിനെ എവിടെ മീറ്റ് ചെയ്യുന്ന ചോദിച്ചത്. ഒന്നുമില്ല, നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്താൽ മതി. ഈ ഒരു ഇക്വേഷൻ സാർ ഇങ്ങോട്ട് എടുക്കുകയാണ്. സാർ ഇതാ ഈ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഈ ഇക്വേഷനിൽ നമ്മൾ പഠിച്ചതാണ് എന്ത്? യെസ്, ദാറ്റ് ഈസ് x² മൈനസ് എന്താണ് 6x പ്ലസ് 6x + 9 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് സ്ക്വയർ കംപ്ലീഷൻ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീഷൻ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യുക? x² മൈനസ് 6x ഈസ് ഈക്വൽ ടു ആ +9 അപ്പുറത്ത് കൊണ്ടാൽ എന്ത് സംഭവിക്കും? -9 ആവും. എന്താവും? -9 ആവും. അങ്ങനെയാണെങ്കിൽ ബേസിക്കലി x² മൈനസ് 6x പ്ലസ് ഇവിടെ ആരാ ആഡ് ചെയ്യേണ്ടത്? എക്സിന്റെ മുമ്പുള്ള ആള്. എക്സിന്റെ മുമ്പുള്ള ആളുടെ പകുതിയുടെ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സിന്റെ മുമ്പുള്ള ആള് 6 ആണ്. 6ന്റെ പകുതി 3 ആണ്. 3ന്റെ സ്ക്വയറിനെ നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. അപ്പൊ -9 പ്ലസ് 3 square, that is equal to x minus 3 whole square is equal to -9 plus 3ന്റെ സ്ക്വയർ 9 ആണ്. that is x minus 3 is equal to 0 എന്ന് കിട്ടും. -9 plus 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. that is x minus 3 is equal to 0 എന്ന് കിട്ടിയാൽ ഈ -3 ഞാൻ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 0 plus 3 എന്നാവും. that is x is equal to 3 എന്ന് കിട്ടും. so the answer is option A, 3 എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ രൂപത്തിലാണ് നമ്മളൊരു ഗ്രാഫുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം സെക്കൻഡ് ഡിഗ്രിയിൽ നിന്നും വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. പോളിനോമിയൽസ് അല്ല, നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. ഇവിടെ നോക്കിയേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 389 ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ നമ്പറും ഉണ്ടാക്കാനാണ് പറഞ്ഞത്. 389 ഉണ്ടാക്കാം, 398 ഉണ്ടാക്കാം. അടുത്തതോ 839 ഉണ്ടാക്കാം, 893 ഉണ്ടാക്കാം. അടുത്ത് 938 ഉണ്ടാക്കാം, അടുത്ത് 983 ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ പറയുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൽ നിന്നും ഒന്ന് എടുക്കുകയാണെങ്കിൽ അത് <800 800-നേക്കാൾ കുറവാവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചത്. ടോട്ടൽ 6 എണ്ണാണുള്ളത്. സോ അടിയിൽ 6 വരും. അപ്പൊ മുകളിൽ എന്തായിരിക്കും വരിക? ടോട്ടൽ 6 എണ്ണത്തിൽ എത്ര എണ്ണാണ് 800-നേക്കാൾ കുറവുള്ളത്? 800-നേക്കാൾ കുറവുള്ളത് ഈ 2 എണ്ണല്ലേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് 2/6 ആണ്. 2/6 എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് ആക്കാം. കാരണം ഇവിടെ ഓപ്ഷനിൽ 2/6 എന്ന് പറയുന്ന ഒരു ആൻസർ ഇല്ല. സോ അതിന് ഷോർട്ട് ആക്കുന്ന സമയത്ത് നമുക്ക് 1/3 എന്ന ആൻസർ കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, 1/3. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പിള്ളേരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. മാത്രമല്ല നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇറ്റ്സ് മീ സെനിൻ വാടക്കൻ, സൈനിങ് ഓഫ് ഫ്രം ആർക്കനെക്സ്. ബൈ, സീ യു ലേറ്റർ.